പ്രിയമുള്ളവരെ, വചനജ്വാല 1720 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 17 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ ദിവസം നമ്മൾ പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 17-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. പ്രവാസികൾക്ക് വാഗ്ദാനം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നിന്റെ സഹോദരങ്ങളോട്, നിന്റെ സഹോദരരോടും ബന്ധുക്കളോടും ഇസ്രായേൽ ഭവനം മുഴുവനോടും ആണ് ജെറൂസലം നിവാസികൾ ഇങ്ങനെ പറഞ്ഞത്: നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നുപോയി. ഈ ദേശം ഞങ്ങൾക്കാണ് അവകാശമായി നൽകിയിരിക്കുന്നത്. ആകയാൽ ഇങ്ങനെ പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് അകറ്റിയെങ്കിലും രാജ്യങ്ങളുടെ ഇടയിൽ അവരെ ഞാൻ ചിതറിച്ചെങ്കിലും അവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിൽ തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ദേവാലയമായി. വീണ്ടും പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടും. ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും. ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും. അവിടെ വരുമ്പോൾ അവർ എല്ലാ നിന്ദ്യ വസ്തുക്കളും മ്ലേച്ഛതകളും അവിടെ നിന്ന് നീക്കിക്കളയും. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും. എന്നാൽ നിന്ദ്യവസ്തുക്കളിലും മ്ലേച്ഛതകളിലും ഹൃദയം അർപ്പിച്ചിരിക്കുന്നവരുടെ പ്രവൃത്തികൾക്ക് അവരുടെ തലയിൽ തന്നെ ഞാൻ ശിക്ഷ വരുത്തും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വം ജെറൂസലേം വിടുന്നു. കെരൂബുകൾ ചിറകുകൾ ഉയർത്തി, ചക്രങ്ങളും അവയുടെ വശങ്ങളിൽ ഉയർന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അവയുടെ മീതെ നിലകൊണ്ടു. കർത്താവിന്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്നുയർന്ന് നഗരത്തിന് കിഴക്കുള്ള മലമുകളിൽ ചെന്നു ചേർന്നു. ആത്മാവ് എന്നെ എടുത്തുയർത്തി. ദൈവാത്മാവിൽ നിന്നുള്ള ദർശനത്തിൽ കൽദായ ദേശത്ത് പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞാൻ കണ്ട ദർശനം അപ്രത്യക്ഷമായി. കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെല്ലാം ഞാൻ പ്രവാസികളോട് പറഞ്ഞു. നമ്മുടെ കർത്താവിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പാസ്കൽ ബെയിലോണിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ കുർബാനകളുടെയും സംഘടനകളുടെയും
കോൺഗ്രസുകളുടെയും മധ്യസ്ഥനായ വിശുദ്ധ പാസ്കൽ ബെയ്ലോൺ 1540 പെന്തക്കുസ്താ തിരുനാൾ ദിനത്തിലാണ് ജനിച്ചത്. സ്പാനിഷ് ഭാഷയിൽ പെന്തക്കുസ്താ തിരുനാൾ പരിശുദ്ധാത്മാവിന്റെ പാസ്ക് എന്നായതിനാൽ പാസ്കൽ എന്ന പേര് നൽകി. ചെറുപ്പം മുതൽ സക്രാരിയോട് പ്രത്യേകം അടുപ്പമായിരുന്ന പാസ്കൽ 8 വയസ്സ് മുതൽ പിതാവിന്റെ ആടുമേയ്ക്കാൻ പോകുമ്പോൾ അവന്റെ വടിയിൽ മാതാവിന്റെ രൂപം കൊത്തി ആ രൂപത്തിൽ നോക്കിയിരുന്നായിരുന്നു അവന്റെ പ്രാർത്ഥനകൾ. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. ഒരു ദിവസം ആടുമേയ്ക്കുന്നതിനിടെ വിശുദ്ധ കുർബാനയ്ക്ക് മണിയടിച്ചപ്പോൾ അവൻ തീവ്രമായി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു സ്വർണക്കാസയുടെ മുകളിൽ തിരുവോസ്തി ഉയർന്നു നിൽക്കുന്നതായി കണ്ടു. തുടർന്ന് അവൻ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. ചില ദിവസങ്ങളിൽ 10ഓളം ദിവ്യബലിക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു. 52-ാം വയസ്സിൽ വീണ്ടും ഒരു പെന്തക്കുസ്താ ദിനത്തിൽ ദിവ്യപൂജയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തിയ അതേ സമയത്ത് പാസ്കൽ ബെയ്ലോണിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു പോയി. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനകളുടെ സംഘടനകളുടെ മധ്യസ്ഥനായ വിശുദ്ധ പാസ്കൽ ബെയ്ലോണിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.